9ാം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ആറ്റത്തിൻ്റെ ഘടന. ആറ്റം എന്താണെന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഇരുമ്പ് കഷ്ണത്തിലെ ആറ്റം ആ ഇരുമ്പിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കും. 9ാം ക്ലാസ്സിൽ കുറച്ചും കൂടെ കാര്യമായിട്ട് ആറ്റത്തെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളിലെ ആറ്റങ്ങളുടെ പ്രത്യേകത, എങ്ങനെയാണ് ഓരോ ആറ്റവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതെല്ലാമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും വ്യത്യസ്തമാണ് അല്ലേ. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ പഞ്ചസാരയും ഉപ്പും രണ്ടും കാണുമ്പോൾ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ടിൻ്റെ രുചി വ്യത്യസ്തമാണ്. അതെന്തുകൊണ്ടാണ്? രണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ്. പഞ്ചസാര പോലെയുള്ള പദാർത്ഥങ്ങളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ വ്യത്യസ്ത തരം മാറ്റങ്ങളുണ്ട് അല്ലേ. അപ്പോൾ പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയെ നമ്മൾ തന്മാത്ര എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നിരിക്കുന്ന പദാർത്ഥമാണ് പഞ്ചസാര. അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ. കാർബണിനെ സി എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. അടുത്തതാണ് ഹൈഡ്രജൻ, എച്ച് എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. അടുത്തതാണ് ഓക്സിജൻ, ഒ എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. ഇവ തമ്മിലുള്ള ഏറ്റവും ചെറിയ അനുപാതമാണ് തന്മാത്രയുടെ രാസസൂത്രം എന്ന് പറയുന്നത്. അതാണ് C12, H22, O11 എന്നത്. ഇനി ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതമാണ് ഈ താഴെയുള്ള ആ നമ്പർ, അതായത് 12, 22, 11 എന്നത്. അടുത്ത പദാർത്ഥമാണ് ഗ്ലൂക്കോസ്. അതിലടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയുടെ അതേ ഘടക മൂലകങ്ങൾ തന്നെയാണ്, പക്ഷേ അവയുടെ അനുപാതം വ്യത്യസ്തമാണ്. C6, H12, O6. അതായത് അവരുടെ അനുപാതം എന്ന് പറയുന്നത് 6, 12, 6. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അനുപാതം, ഏറ്റവും കുറഞ്ഞ അനുപാതം കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. ഈ അനുപാതം എന്ന് പറയുന്നത് 1:2:1 എന്നുള്ളതാണ് അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത്. അടുത്ത പദാർത്ഥമാണ് ജലം. അതിൽ ഹൈഡ്രജനും ഓക്സിജനുമാണ് ഘടക മൂലകങ്ങൾ. അതായത് നമ്മൾ രാസസൂത്രം H2O, അതായത് H2O അങ്ങനെയാണ് എഴുതുക. അവയുടെ അനുപാതം എന്ന് പറയുന്നത് 2:1 ആണ്. ഇനി നമുക്കറിയുന്ന ഒരു പദാർത്ഥം കൂടെ പറയാം, അതാണ് ഉപ്പ്. ഉപ്പിന് സോഡിയവും ക്ലോറിനും ആണ് ഉള്ളത്, അതായത് സോഡിയം ക്ലോറൈഡ്. അതിൽ അനുപാതം എന്ന് പറയുന്നത് 1:1 എന്നുള്ളതാണ്. ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ഈ ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഈ അനുപാതം ഒരിക്കലും മാറിപ്പോവുകയില്ല. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നതുമായ, അതായത് അവർ കൂടിച്ചേർന്ന് നിൽക്കാനായിട്ട് കഴിവുള്ളവർ, കൂടിച്ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അത് പൊട്ടി വിഘടിച്ചു പോകരുത്. അങ്ങനെ സ്വതന്ത്ര അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ പട്ടിക നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടക മൂലകങ്ങൾ അത് വ്യത്യസ്തമായിരിക്കാം അല്ലേ. ഈ ഘടക മൂലകങ്ങൾ തമ്മിലുള്ള അനുപാതം പലതിലും പലതരത്തിലാണ്, അതും വ്യത്യാസപ്പെട്ടിരിക്കാം. നമുക്കറിയാം ഈ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് പല പല ആറ്റങ്ങൾ കൊണ്ടാണ്. പല പല ആറ്റങ്ങൾ ചേർന്നിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ തന്മാത്ര എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കണങ്ങളെക്കുറിച്ചാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറയുന്നത് ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ തുടങ്ങിയ സബ് ആറ്റോമിക് കണങ്ങളെ ആരൊക്കെയാണ് കണ്ടെത്തിയത്, എങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയത് എന്നൊക്കെയുള്ള ഒരു ചെറിയ കഥയൊക്കെ പോലെ കേട്ടിരിക്കാൻ പറ്റുന്ന, എന്നാൽ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. ടെക്സ്റ്റ് പുസ്തകത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് വില്യം ക്രൂക്സ് എന്നൊരു ശാസ്ത്രജ്ഞൻ്റെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന സജ്ജീകരണമാണ് അതിൽ താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ട്യൂബാണ് ആദ്യമായി എടുത്തിരിക്കുന്നത്. ഡിസ്ചാർജ് ട്യൂബ് എന്ന് കാണിക്കുന്നതാണ് ആ ഗ്ലാസ് ട്യൂബ്. അതിൻ്റെ 2 അറ്റത്തായിട്ട് ലോഹത്തകിടുകൾ വെച്ചിട്ടുണ്ട്. 2 ലോഹത്തകിടുകളാണ് ആ പിങ്ക് നിറത്തിൽ കാണുന്നത്. ഈ 2 ലോഹത്തകിടുകളും ഒരു ഉയർന്ന വോൾട്ടേജ് തരുന്ന ഒരു ബാറ്ററി പോലെയുള്ള ഒരു ഭാഗത്തേക്ക് ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നെഗറ്റീവിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ലോഹത്തകിടാണ് കാഥോഡ്. പോസിറ്റീവിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ലോഹത്തകിടാണ്
ആനോഡ്. ആനോഡ് തകിടിൻ്റെ പുറകിലായിട്ട് സിങ്ക് സൾഫൈഡ് എന്നുള്ള ഒരു രാസവസ്തു നമ്മൾ ആ ഗ്ലാസ് ട്യൂബിന് മേലെ പെയിൻറ്റ് ചെയ്ത്, അതായത് പൂശി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ആ പരീക്ഷണത്തിനുള്ള അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പരീക്ഷണം എന്ന് നമുക്ക് നോക്കാം. ഗ്ലാസ് ട്യൂബിനുള്ളിൽ വായു എപ്പോഴും ഉണ്ട്. ഈ വായു എന്നത് ഒരു വിദ്യുത് രോധി, അതായത് ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ ആയതുകൊണ്ട് അതിനുള്ളിൽ കൂടെ വൈദ്യുതി കടന്നു വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, വായുവിൽ കൂടെ വൈദ്യുതി കടന്നു വരുമായിരുന്നെങ്കിൽ നമ്മൾ ചുമ്മാ സ്വിച്ച് എല്ലാം ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി എയറിൽ കൂടെ, അതായത് വായുവിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. അങ്ങനെ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് വായു എന്നത് വൈദ്യുതിയെ കടത്തിവിടുന്നില്ല സാധാരണ രീതിയിൽ. ഇനി പരീക്ഷണം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഗ്ലാസ് ട്യൂബിനുള്ളിലെ മർദ്ദം കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്. അതൊരു വാക്വം പമ്പിലേക്ക് ആ ഗ്ലാസ് ട്യൂബിനെ കണക്റ്റ് ചെയ്തിട്ട് അതുവഴിയാണ് ഗ്ലാസ് ട്യൂബിനുള്ളിലെ മർദ്ദം, അതായത് കട്ടി, കുറച്ച് കുറച്ച് വരുന്നത്. ഇങ്ങനെ മർദ്ദം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഗ്ലാസ് ട്യൂബിനുള്ളിൽ കൂടെ വൈദ്യുതി കടന്നു പോകും. എവിടെ നിന്ന്? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കടന്നു പോകും. ഇങ്ങനെ ആനോഡിലെത്തുന്ന വൈദ്യുതി അതിന് പുറകിലെ സിങ്ക് സൾഫൈഡ് പൂശിയ ഗ്ലാസിൻ്റെ ആ ചുമരിൽ അവിടെ തട്ടുകയും അവിടെ ഇളം പച്ച നിറത്തിലുള്ള ഒരു തിളക്കം, നമ്മൾ ഫ്ലൂറസെൻസ് എന്നെല്ലാം പറയില്ലേ, ഒരു പച്ച നിറത്തിൽ, അതുപോലെ ഒരു തിളക്കം നമുക്ക് കിട്ടുകയും ചെയ്യും. ഗ്ലാസ് ട്യൂബിനുള്ളിൽ കാഥോഡ് തകിടിൽ നിന്ന് വരുന്ന രശ്മികളാണ് ഈ ആനോഡിലെ ചെറിയ ചെറിയ സുഷിരങ്ങൾക്കുള്ളിൽ കൂടെ കടന്ന് ഈ ഗ്ലാസ് ട്യൂബിനുള്ളിൽ പൂശിയ സിങ്ക് സൾഫൈഡിൽ ഈ തിളക്കമുണ്ടാക്കിയത് അല്ലേ. അതുകൊണ്ട് ഈ രശ്മികളെ നമ്മൾ കാഥോഡ് രശ്മികൾ എന്നാണ് പറയുന്നത്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പിന്നെയും ഈ കാഥോഡ് രശ്മികളെക്കുറിച്ച് പല പല പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. വായു പോലെയുള്ള വാതകങ്ങളിൽ മർദ്ദം കുറയുകയാണെങ്കിൽ അതിൽ കൂടെ വൈദ്യുതി കടത്തിവിടാൻ പറ്റുമെന്ന് അത് ഒരുപാട് മുൻപ് തന്നെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ഈ മർദ്ദം കുറയ്ക്കുന്നതിനാവശ്യമായ നിർവാത പമ്പുകൾ, അതായത് സക്ഷൻ പമ്പുകൾ അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1854 നിർവാത പമ്പുകൾ, ഡിസ്ചാർജ് ട്യൂബുകൾ ഇതെല്ലാം കണ്ടുപിടിച്ചത്. അതിനുശേഷം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. കാഥോഡിൻ്റെ എതിർവശത്തുണ്ടാകുന്ന തിളക്കമുണ്ടല്ലോ, അതൊരു കാന്തമോ മാഗ്നറ്റോ ഉപയോഗിച്ചാൽ അതിൻ്റെ സ്ഥാനം മാറ്റാമെന്ന് അവർ കണ്ടുപിടിച്ചു. കാഥോഡ് രശ്മികൾ കൊണ്ടാണ് ഈ തിളക്കം ഉണ്ടാകുന്നത് എന്നും ആ സമയത്ത് തന്നെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഈ കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. കാഥോഡ് രശ്മികൾ എന്ന് പറയുന്നത് നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രശ്മികളാണ്. അങ്ങനെ നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ മുന്നിൽ അദാര്യമായ ഒരു വസ്തു വെച്ചെന്ന് കരുതുക. അദാര്യം എന്നത് പ്രകാശത്തെ കടത്തിവിടാത്ത ഒരു വസ്തു. അങ്ങനെ ഒരു വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ നിഴൽ ആ വസ്തുവിന് മുന്നിലുണ്ടാകും. ആ നിഴലാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആനോഡിൻ്റെ നിഴൽ എന്ന് പറഞ്ഞുകൊണ്ട്. കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഈ നിഴൽ കാണിക്കുന്നത്. നമ്മളൊരു സൂര്യപ്രകാശത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ, അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ നമ്മുടെ നിഴൽ സ്വാഭാവികമായും മുന്നിലുണ്ടാകുമല്ലോ. അതുപോലെ അടുത്തതായി കാഥോഡ് രശ്മികളുടെ പാതയിൽ വളരെ നേർത്ത കനം കുറഞ്ഞ ഇതളുകളുള്ള ഒരു ചക്രം വെച്ചാൽ അത് കറങ്ങുന്നതായി കാണാം. എന്തുകൊണ്ടാണ്? ഈ വരുന്ന കാഥോഡ് രശ്മികളിൽ കുറച്ച് മാസ് ഉണ്ട്, അതായത് ചെറിയ ചെറിയ വെയിറ്റുള്ള കണങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് ആ വെയിറ്റുള്ള കണങ്ങൾ ആ ഇതളുകളിൽ തട്ടി അതൊരു ഫാൻ പോലെ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്തതായി ഈ കാഥോഡ് രശ്മികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇരുവശത്തും നമ്മൾ വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ കാഥോഡ് രശ്മികൾ പോസിറ്റീവിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് സഞ്ചരിക്കുന്നതായി കാണാം. നമുക്കറിയാം പോസിറ്റീവിൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് സഞ്ചരിക്കുന്നത് എപ്പോഴായിരിക്കും? നെഗറ്റീവ് ചാർജുള്ള കണങ്ങളായിരിക്കും അല്ലേ. വൈദ്യുത മണ്ഡലത്തിന് പകരം നമ്മളൊരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു കാന്തം കൊണ്ടുവയ്ക്കുകയാണെങ്കിലും ഇങ്ങനെ നേർരേഖയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആനോഡ് രശ്മികൾക്ക് ആ ഭാഗത്തേക്ക് ഒരു ചെരിവ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആ ട്യൂബിനുള്ളിലെ വാതകം മാറ്റുകയോ അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാഥോഡ് രശ്മികളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. അതായത് കാഥോഡ് രശ്മിയിലെ കണികകൾ എല്ലാ പദാർത്ഥത്തിലും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കണികകളെയാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്.
ഈ ഇലക്ട്രോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സാമിനും വരും, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ജെ തോംസൺ. അത് മറക്കാതെ പഠിച്ചു വയ്ക്കണം. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ജെ തോംസന് ലഭിച്ചു. ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്താൻ മാത്രമേ ജെ തോംസന് സാധിച്ചുള്ളൂ. ഇലക്ട്രോണിൻ്റെ കൃത്യമായിട്ടുള്ള ചാർജോ കൃത്യമായിട്ടുള്ള മാസോ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് മില്ലിഗൺ. ആ 2 വാല്യൂ ആണ് അതിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ ചാർജ് 1.6 × 10⁻⁻19 1.6 × 10⁻−19 കൂളോംബ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻−31 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. ടെക്സ്റ്റ് ബുക്കിൽ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത്, ഇലക്ട്രോണിന് മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് എങ്ങനെ? നമ്മൾ പറഞ്ഞു, കനം കുറഞ്ഞ ഇതളുകളുള്ള ഒരു ഫാൻ കാഥോഡ് രശ്മികളുടെ പാതയിൽ വെച്ചപ്പോൾ അത് കറങ്ങുന്നതായി കണ്ടു. അങ്ങനെയാണ് മാസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അടുത്തതായി, രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പ്രോട്ടോൺ എങ്ങനെ കണ്ടെത്തി എന്നതാണ്. ഗോൾഡ്സ്റ്റെയിൻ എന്ന ശാസ്ത്രജ്ഞനാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. നമ്മൾ ആദ്യം ചെയ്ത പരീക്ഷണത്തിൽ ആനോഡിനാണ് നമ്മൾ ദ്വാരങ്ങൾ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് നമുക്ക് ഇളം പച്ച നിറത്തിലുള്ള തിളക്കം ആനോഡിന് പുറകിൽ കിട്ടിയത്. എന്നാൽ ഗോൾഡ്സ്റ്റെയിൻ തൻ്റെ പരീക്ഷണത്തിൽ കാഥോഡിന് ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും ഇതേ പരീക്ഷണം തന്നെ ആവർത്തിക്കുകയും ചെയ്തു. അപ്പോഴെന്ത് സംഭവിച്ചു? ഒരു പ്രത്യേക രശ്മികൾ കാഥോഡിൻ്റെ ദ്വാരത്തിനുള്ളിൽ കൂടെ പുറത്തു വരുന്നത് അദ്ദേഹം കണ്ടു. ഈ രശ്മികളെ അദ്ദേഹം കനാൽ രശ്മികൾ എന്നാണ് വിളിച്ചത്. ഇങ്ങനെ കാഥോഡിലേക്ക് വന്ന് വീഴുന്ന ഈ രശ്മികൾ എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ആനോഡിൽ നിന്നായിരിക്കും അല്ലേ? അപ്പോൾ ഈ രശ്മികളെ നമുക്ക് ആനോഡ് രശ്മികൾ എന്നും പറയാം. ഇങ്ങനെ വരുന്ന ആനോഡ് രശ്മികൾക്ക് പോസിറ്റീവ് ചാർജ് ആയിരുന്നു. മാത്രമല്ല, ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ ഏത് വാതകമാണോ നിറയ്ക്കുന്നത് ആ വാതകത്തിനനുസരിച്ച് ഈ രശ്മികളുടെ സ്വഭാവം മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ അദ്ദേഹം പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മി, അതായത് ആനോഡ് രശ്മി, എങ്ങനെയായിരുന്നു? വളരെ ചെറുതും വളരെ ഭാരം കുറഞ്ഞതുമായിരുന്നു. എന്നാൽ ഇതൊരു സബാറ്റോമിക് കണമാണെന്നും അതിന് പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഈ പരീക്ഷണം നടത്തിയത് ഗോൾഡ്സ്റ്റെയിൻ ആണ്. എന്നാൽ അതിന് പേര് കൊടുത്തത് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. നമുക്കറിയാം, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞനാണ്. ഇങ്ങനെ ഇലക്ട്രോൺ എല്ലാം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആറ്റം എന്നത് ഒരു പ്ലം പുഡിങ് പോലെ ആയിരിക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നി. പ്ലം പുഡിങ് എന്നത് നമുക്ക് തീരെ പരിചിതമായിട്ടുള്ള ഒരു ഫുഡല്ല. അത് ഇങ്ങനെയാണ് ഇരിക്കുക. ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ നിറയെ മുന്തിരികൾ ഇങ്ങനെ ചിതറിക്കെടുക്കുന്നത് പോലെ. അതുപോലെ ജെ തോംസൺ പറഞ്ഞത് ഒരു വലിയ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പിയർ, അതായത് ഒരു ഗോളത്തിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജുകൾ മുന്തിരി എങ്ങനെയാണോ പുഡിങ്ങിൽ കിടക്കുന്നത് അതുപോലെ ഇങ്ങനെ പരന്ന് പരന്ന് കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആലോചനയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു മാതൃക. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ ഗോളത്തിലെ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആറ്റം എന്നത് ചാർജുകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കുള്ളൂ അല്ലേ? അതായത് വൈദ്യുതിപരമായി നിർവീര്യമാണ് എന്ന് നമ്മൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തുള്ളൂ. പക്ഷെ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണമൊന്നും കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ട് ഈ മാതൃക ശാസ്ത്രലോകം തള്ളിക്കളയുകയാണ് ചെയ്തത്. എങ്കിലും ആറ്റത്തെക്കുറിച്ച്, ആറ്റത്തിൻ്റെ മാതൃകയെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന മാതൃക ഈ പ്ലം പുഡിംഗ് മാതൃകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് റേഡിയോ ആക്റ്റീവത അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി. യുറേനിയം, തോറിയം പോലെയുള്ള മൂലകങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കൂടെ അവർ ചില വികിരണങ്ങൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഈ വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്റ്റീവത അഥവാ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്.
ഹെൻറി ബെക്കലറാണ് ഇത് കണ്ടെത്തിയത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കിരണങ്ങളാണ് ഇങ്ങനെ റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് പുറത്തു വരുന്നത്. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഒന്നുമില്ലാത്ത ഗാമ കിരണങ്ങൾ. ഇത് 3മാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള കിരണങ്ങൾ. ഇങ്ങനെ വികിരണങ്ങൾ പുറത്തുവിട്ട ശേഷം ഒന്നുകിൽ ഈ മൂലകങ്ങൾ അവരുടെ എനർജി പുറത്ത് കളഞ്ഞ്, അതായത് ഊർജം പുറത്ത് കളഞ്ഞ് കുറച്ചും കൂടെ സ്ഥിരതയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുമല്ലെങ്കിൽ അവർ മറ്റു മൂലകങ്ങളായി മാറുകയാണ് ചെയ്യുക. ഏണസ്റ്റ് റദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് ഈ റേഡിയോ ആക്റ്റീവതയെക്കുറിച്ചും ഈ വികിരണങ്ങളെക്കുറിച്ചും പഠിച്ചത്. ആ പരീക്ഷണമാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറയാൻ പോകുന്നത്. അങ്ങനെ ഈ പരീക്ഷണം നടത്തുന്നതിന് വേണ്ടി റേഡിയോ ആക്ടിവിറ്റിയുള്ള ഒരു പദാർത്ഥം അവർ തിരഞ്ഞെടുത്തു. ഈ റേഡിയോ ആക്ടിവിറ്റിയുള്ള പദാർത്ഥത്തിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു കനം കുറഞ്ഞ സ്വർണ്ണ തകിടിൽ കൂടി അവർ കടത്തിവിട്ടു. വൃത്താകൃതിയിൽ വളച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൻ്റെ മധ്യത്തിലാണ് ഈ സ്വർണ്ണ തകിട് വെച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണ തകിടിൽ നിന്ന് പുറത്തു വരുന്ന വികിരണങ്ങളെ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. അതിൻ്റെ നിരീക്ഷണങ്ങൾ ഉപയോഗിച്ചാണ് അവർ ഈ വികിരണങ്ങളെക്കുറിച്ച് പഠനം നടത്തിയത്. ആ നടത്തിയ നിരീക്ഷണങ്ങളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, ഭൂരിഭാഗം ആൽഫ കണങ്ങളും, അതായത് സ്വർണ്ണ തകിടിലേക്ക് കടത്തിവിട്ട ഭൂരിഭാഗം ആൽഫ കണങ്ങളും യാതൊരു വ്യതിയാനവും അതിൻ്റെ പാതയ്ക്ക് വരാതെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കടന്നുപോയി. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി നമ്മൾ കടത്തിവിട്ട കുറച്ച് ആൽഫ കണങ്ങൾ സ്വർണ്ണ തകിടിൽ തട്ടിയ ശേഷം നേർരേഖയിൽ പോയിക്കൊണ്ടിരുന്നവർ ആ നേർരേഖയിൽ നിന്ന് മാറി ചെറിയ ഒരു കോണളവിൽ ചെരിഞ്ഞ് വ്യതിചലിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പോയിന്റ്, വളരെ കുറച്ച് ആൽഫ കണങ്ങൾ, വളരെ കുറച്ച് മാത്രം, കൃത്യമായിട്ട് അതിൽ നമ്പർ പറയുന്നുണ്ട്. ഒരു 20,000 കണങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കണം മാത്രം 180 ഡിഗ്രി കോണളവിൽ, അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ദിശയുടെ കൃത്യം എതിർ ദിശയിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നുവെന്ന്. ഇത്രയുമാണ് അവർ നിരീക്ഷിച്ച കാര്യങ്ങൾ. ഈ നിരീക്ഷിച്ച കാര്യങ്ങളിൽ നിന്ന് അവരെത്തിച്ചേർന്ന നിഗമനങ്ങൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആറ്റത്തിൻ്റെ ഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും യാതൊരു വ്യതിയാനവും കൂടാതെ അതിനുള്ളിൽ കൂടെ, അതായത് സ്വർണ്ണ തകിടിൽ കൂടെ കടന്ന് പുറത്തോട്ട് പോയത്. ഇവിടെ സ്വർണ്ണ തകിടിൽ കൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്ന ആൽഫ കണങ്ങൾ കടന്നു പോകുന്നത് സ്വർണത്തിൻ്റെ ആറ്റങ്ങൾക്കുള്ളിൽ കൂടെയാണ്. അതിനാലാണ് നമ്മളിവിടെ ആറ്റങ്ങളുടെ സ്വഭാവം ഇതെല്ലാം ആയിരിക്കാം എന്ന് പട്ടികപ്പെടുത്തുന്നത്. ഇനി പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ആൽഫ കണങ്ങൾ. എന്നാൽ ചില ആൽഫ കണങ്ങൾ ഈ സ്വർണത്തിൻ്റെ ആറ്റത്തിനുള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരുടെ നേർരേഖയിലുള്ള ചലനം വ്യതിചലിച്ച് കുറച്ച് ചെരിഞ്ഞു പോയി, അല്ലേ? നമുക്കറിയാം, ഒരേപോലെയുള്ള ചാർജുകൾ അടുത്തടുത്ത് വരുമ്പോഴാണ് അവർ വികർഷിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾക്ക് തുല്യമായ അതേപോലെ ഒരു പോസിറ്റീവ് ചാർജ് ആറ്റത്തിനുള്ളിലും എവിടെയോ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൽഫ കണങ്ങൾ വ്യതിചലിച്ച് ചെരിഞ്ഞു പോയത്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ മധ്യഭാഗത്തുള്ള ചെറിയ ഒരു വ്യാപ്തത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്താണ്. ഈ ഭാഗത്ത് തട്ടുന്ന ആൽഫ കണങ്ങൾ അതേപോലെ കൃത്യമായി പറഞ്ഞാൽ 180 ഡിഗ്രിയിൽ കൃത്യം പുറകിലേക്ക് സഞ്ചരിക്കും. ഈ ഭാഗത്തിന് അവർ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. ചുരുക്കി പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു, അതായത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. റദർഫോർഡിൻ്റെ ഈ ആറ്റം മാതൃക സൗരയൂഥ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതിയായി പറയുന്നത് ഒരൊറ്റ പോയിൻ്റാണ്. വൈദ്യുത കാന്തിക സിദ്ധാന്തപ്രകാരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാർജുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായി ചലിച്ച് അതിൻ്റെ ഊർജ്ജമെല്ലാം പുറത്തു പോയി ഊർജ്ജം നഷ്ടപ്പെട്ട് അതിൻ്റെ മധ്യഭാഗത്തേക്ക് വന്ന് വീഴേണ്ടതാണ്.
ഇതുപോലെ ഇലക്ട്രോണുകൾ തുടർച്ചയായി ചലിക്കുകയാണെങ്കിൽ അവരുടെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ട് അവർ ന്യൂക്ലിയസിലേക്ക് ഇങ്ങനെ വന്ന് വീഴേണ്ടതാണ്. പക്ഷെ അവരങ്ങനെ വീഴുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് റദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ സാധിച്ചില്ല. ഈ ഒരൊറ്റ കാര്യമാണ് ഇതിൻ്റെ പരിമിതിയായി പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ മാസ് കണക്ക് കൂട്ടാനായി റദർഫോർഡ് പ്രോട്ടോണുകളുടെ എണ്ണം മാത്രമാണ് എടുത്തത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് ഈ കണക്ക് കൂട്ടിയതിനേക്കാളൊക്കെ വളരെ കൂടുതലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞനാണ് ചില ചാർജ് ഇല്ലാത്ത എന്നാൽ മാസ് ഉള്ള, അതായത് വെയിറ്റ് ഉള്ള കുറച്ച് കണങ്ങൾ ന്യൂക്ലിയസിനകത്ത് ഉണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അത്രയും മാസ് ആണെന്നും കണ്ടെത്തിയത്. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണങ്ങൾക്ക് ന്യൂട്രോൺ എന്നാണ് പേര് നൽകിയത്. സബ് ആറ്റോമിക് കണങ്ങൾ എന്താണ്, അവയുടെ പ്രത്യേകത എന്താണ്, ആരൊക്കെ എങ്ങനെയൊക്കെ അതിനെ കണ്ടെത്തി, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇത് കൃത്യമായി പഠിച്ചാലാണ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെല്ലാം ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി ഭാഗങ്ങൾ നമ്മൾ പഠിക്കുക. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായി വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം വരുന്ന ചാപ്റ്ററുകൾ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്